ന്യൂ ജനറേഷൻ സിനിമകൾ പെരുമഴ പോലെ വരുന്ന സമയമാണിത്. വിചിത്രമായ പ്രമേയവും എവിടെയും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കഥാമുഹൂർത്തങ്ങളുമായി ചില സിനിമകൾ പ്രേക്ഷകരെ വലയ്ക്കുന്നുമുണ്ട്. എങ്കിലും മിക്ക സംവിധായകരും ന്യൂ ജനറേഷൻ കഥകൾ കണ്ടെത്താനുള്ള ഓട്ടപ്പാച്ചിലിലാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ക്ലാസിക് സിനിമകളുടെയും അഭിനയ പ്രതിഭകളുടെയും പ്രസക്തി മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ചലച്ചിത്രാസ്വാദകർ എന്നും ശ്രദ്ധിക്കപ്പെടേണ്ട സിനിമ വാത്സല്യം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് വാത്സല്യം. കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത സിനിമ കൂടിയാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട്. മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് പ്രകടനമായിരുന്നു നമ്മൾ ഈ സിനിമയിൽ കണ്ടത്. മമ്മൂട്ടി എന്ന മഹാനടന്റെ അഭിനയ ജീവിതത്തിലെ നിർണായക ചിത്രങ്ങളിലൊന്ന്. ഇന്നും മലയാളികൾ ഏറ്റെടുക്കുകയും ചിലർ അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ചിത്രം. 1993 പുറത്തിറങ്ങിയ ഈ ചിത്രം ലോഹിതദാസ് തിരക്കഥയൊരുക്കി കൊച്ചിൻ ഹനീഫ സംവിധാനം നിർവഹിച്ചു. സഹോദരങ്ങൾ തമ്മിലുള്ള നിഷ്കളങ്കമായ സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞ ചിത്രം. ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരുന്നു വാത്സല്യം. കൊച്ചിൻ ഹനീഫ, ലോഹിതദാസ്, അബൂബക്കർ എന്നീ 3 പേരുകൾ സ്മരിച്ചുകൊണ്ടല്ലാതെ ഈ ചിത്രത്തെപ്പറ്റി ചർച്ച ചെയ്യാനാവില്ല. പലരും പറഞ്ഞതും പുതുമയുള്ളതുമായ വിഷയങ്ങളാൽ തൻ്റെ തൂലികാ സ്പർശം കൊണ്ട് പ്രേക്ഷക മനസ്സിനെ കഥയുടെ വൈകാരിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിവുള്ള രചനാശൈലിയുടെ ഉടമയായിരുന്നു ലോഹിതദാസ്. വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും കോമഡിയിലേക്ക് വന്ന് നമ്മെ കുടുകുട ചിരിപ്പിച്ച കൊച്ചിൻ ഹനീഫ നല്ല സംവിധായകൻ കൂടിയാണെന്ന് തെളിയിച്ച ചിത്രം. ചെറിയ വേഷങ്ങളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും തൻ്റെ കഥാപാത്രത്തെ പ്രേക്ഷക മനസ്സിൽ എന്നും ജീവിപ്പിക്കുന്ന പാത്രാവിഷ്കാരമാണ് അബൂബക്കർ എന്ന നടനെ വ്യത്യസ്തനാക്കുന്നത്. മേലെടുത്ത് രാഘവൻ നായരെ അനശ്വരനാക്കിയ മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിൻ്റെ നട്ടെല്ലെങ്കിലും മറ്റു സഹകഥാപാത്രങ്ങളെയെല്ലാം ചേരുംപടി ചേർന്നതിൻ്റെയും ആ കഥയുടെ ആശയാദർശങ്ങൾ ചോർന്നു പോവാതെ അവതരിപ്പിച്ചതിൻ്റെയും ക്രെഡിറ്റ് തിരക്കഥാകൃത്തിനും സംവിധായകനുമാണ്. സ്നേഹം നിറഞ്ഞ വലിയേട്ടൻ, കുടുംബത്തിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച അധ്വാനശീലിയായ കർഷകൻ എന്നിങ്ങനെ പല കാലമായി സിനിമ പറഞ്ഞു പോകുന്ന കഥ തന്നെയായിരുന്നു വാത്സല്യത്തിൻ്റെതും. എന്നാൽ ലോഹിതദാസ് എന്ന എഴുത്തുകാരൻ അതിനെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയിലേക്ക് അന്തരീക്ഷമൊരുക്കി. കാണുന്ന പ്രേക്ഷകന്റെ കണ്ണു നിറയ്ക്കും വിധം അഭിനയവും സംഭാഷണത്തിലെ മോഡുലേഷനും കൊണ്ട് മമ്മൂട്ടിയും ഒരു സ്നേഹ തിരശീല തന്നെ തീർത്തു. കഥയുടെ കൃത്യമായ മൂടറിഞ്ഞുകൊണ്ട് കൈതപ്രം രചിച്ച പാട്ടുകളും കഥാന്തരീക്ഷത്തെ രാമായണവുമായി ബന്ധിപ്പിക്കുന്നതിലും കാർഷിക ലോക നന്മകൾ ആവിഷ്കരിക്കുന്നതിലും തുണയായി. ചിത്രം സൂപ്പർ ഹിറ്റായതിൻ്റെ ചേരുവകൾ വേറെ തിരയേണ്ടതില്ലല്ലോ. ഈ ചിത്രത്തെക്കുറിച്ച് കൈതപ്രത്തിനും പറയാനുണ്ട് ചില നല്ല ഓർമ്മകൾ. ഞാനും ലോഹിയും കൊച്ചിൻ ഹനീഫയും മമ്മൂട്ടിയും മുരളിയും എല്ലാം തുടങ്ങിയ ഒരു ഗൾഫ് യാത്രയ്ക്കിടയിലാണ് വാത്സല്യത്തിൻ്റെ ആദ്യ ചർച്ച നടക്കുന്നത്. ആ യാത്രയിലാണ് ലോഹിതദാസ് ഹനീഫയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതി കൊടുക്കാമെന്ന് സമ്മതിക്കുന്നതെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. കൊച്ചിൻ ഹനീഫ 7 മലയാള ചിത്രങ്ങളും 6 തമിഴ് ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ വാത്സല്യമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ചിത്രമായി എന്നും അടയാളപ്പെടുത്തുന്നത്. അമ്മാസിൻ്റെ ബാനറിൽ മൂവി ബഷീറാണ് ചിത്രം നിർമ്മിച്ചത്. അതിനു പിന്നിലും ഒരു രാഘവൻ നായർ ടച്ചുണ്ട്. മമ്മൂട്ടിയുടെ ബന്ധുവായ അദ്ദേഹത്തെ സഹായിക്കാനായി മമ്മൂട്ടി നൽകിയ ഡേറ്റാണ് വാത്സല്യത്തിൻ്റേത്. ജൂബിലി ജോയിയാണ് ചിത്രം അവതരിപ്പിച്ചതും തിയേറ്ററുകളിൽ എത്തിച്ചതും. അന്ന് 50 ലക്ഷത്തിനാണ് ചിത്രം തീർന്നത്. മമ്മൂട്ടിക്കെന്ന് 10 ലക്ഷമായിരുന്നു പ്രതിഫലം. അനങ്ങനടി മലയുടെ താഴ്വാരത്തിലുള്ള ഒരു മനയും വയലുമായിരുന്നു പ്രധാന ലൊക്കേഷൻ. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.